മെൻ്റൽ ഹെൽത്ത് സ്പെക്ട്രത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ജെറോം. കൗമാരക്കാരെ എങ്ങനെ സമീപിക്കണം എന്നതിനെക്കുറിച്ച് ഇന്ന് നമുക്ക് സംസാരിക്കാം. കൗമാരാവസ്ഥ വളർച്ചയുടെയും മാറ്റങ്ങളുടെയും കാലമാണ്. ചിന്താക്കുഴപ്പങ്ങളുടെയും വൈകാരിക കോളിളക്കങ്ങളുടെയും കാലമാണ്. ഇക്കാലത്ത് മസ്തിഷ്ക വളർച്ചയും ഉണ്ടാകുന്നു. തീരുമാനമെടുക്കൽ, സ്വഭാവം നിയന്ത്രിക്കൽ തുടങ്ങിയ പല കാര്യങ്ങളും ഇനിയും വളരുകയാണ്. മാത്രമല്ല, ഹോർമോണുകൾ, പഠന സമ്മർദ്ദം, വിലക്കുകൾ, നിയന്ത്രണങ്ങൾ ഇങ്ങനെ പലതും അവരെ അലട്ടുന്നു. ഇപ്പോൾ നാം എങ്ങനെയാണ് കുട്ടികളോട് പ്രതികരിക്കുന്നത്? ഇത് മാറ്റേണ്ടതാണ്, ഇവരെ നിയന്ത്രിച്ചേ പറ്റൂ എന്നൊക്കെ പറയും. പക്ഷേ അവർക്ക് വേണ്ടത് അവർ പറയുന്നത് കേൾക്കുകയും മനസ്സിലാക്കുകയുമാണ്, കുറ്റപ്പെടുത്താതെ തന്നെ. ചില നിർദ്ദേശങ്ങൾ പറയാം. ഒന്ന്, അവരെ കേൾക്കുക, അധികം ഉപദേശിക്കേണ്ട. അവർ പറയുമ്പോൾ ഇടപെടാതിരിക്കുക. പലപ്പോഴും അവർക്ക് ചോദ്യമോ പരിഹാരമോ അല്ല വേണ്ടത്, അവരെ ആരെങ്കിലും കേൾക്കുന്നത് തന്നെയാണ് ആവശ്യമായത്. 2, അതിരുകൾ വയ്ക്കുക. എന്നാൽ അതിൽ തന്നെ ഇളവുകൾ ആകാം. അവരെ അനാവശ്യമായി നിയന്ത്രിക്കാതിരിക്കുക, മറിച്ച് മൂല്യബോധവും സ്വാതന്ത്ര്യവും ഒരുപോലെ നൽകുക. 3, അവരെ പരിഹസിക്കരുത്, വിമർശിക്കരുത്. ഇവൻ പാഴ്, മടിയൻ, ഉഴപ്പൻ എന്നൊക്കെ മുദ്ര കുത്തരുത്. പ്രശ്നങ്ങളുടെ പിന്നിലെ കാരണങ്ങളും ദുഃഖവും ആശങ്കയും അറിയാൻ ശ്രമിക്കുക. 4, മാനസിക അനാരോഗ്യത്തിൻ്റെ സൂചനകൾ അവരിലുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അവശത, ഉറക്കം കുറവ്, ഇടവേളകളിൽ മൗനം ഇവയെ കൗമാരത്തിൻ്റെ ഭാഗം എന്ന് തെറ്റായി വിലയിരുത്തരുത്. 5, ഊഷ്മളമായ ബന്ധം നിലനിർത്തുക. അവർ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും നിങ്ങൾ അവരുടെ ജീവിതത്തിൽ നിലകൊള്ളുക. ബന്ധം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. കുട്ടികളും മാതാപിതാക്കളും പൂർണ്ണരല്ല, അവർക്കും നിങ്ങൾക്കും പൂർണ്ണത വേണ്ട. സത്യസന്ധതയും സാന്നിധ്യവുമാണ് പ്രധാനപ്പെട്ടത്. ഈ അവസ്ഥ കടന്നുപോകും, പക്ഷേ നിങ്ങൾ അവരെ എങ്ങനെ പിന്തുണച്ചു എന്നത് അവരുടെ ജീവിതമാകെ സ്വാധീനിക്കും. നന്ദി. അവർക്കൊപ്പം നമുക്ക് ഒരുമിച്ച് നടക്കാം.